കുറെ നേരം ചെടിയും പറക്കി എന്താ സംഭവം? ഞാൻ ഈ ആമ്പലൊന്ന് ക്ലീൻ ചെയ്യേ. ഇത് ക്ലീൻ ചെയ്തിട്ട് പുതിയ നടാൻ പോകുന്നു അതല്ലേ? ഈ ആമ്പല് ഇവിടെ ഇത് ആമ്പല് വേണ്ടെന്ന് വെച്ച് ഈ ആമ്പലെല്ലാം കളഞ്ഞിട്ട് വേറെ ലോട്ടസ് ഇതിലോട്ട് റീപോർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ഇതിൽ കാണുന്ന മീനൊക്കെ മീനെല്ലാം പോയല്ലേ? ഈ സമ്മർ സീസണിലെല്ലാം ചത്തുപോയി. ഇനിയിപ്പം ഇത് മൊത്തം വൃത്തിയാക്കിയിട്ട് പുതിയത് നടാൻ പോകുന്നു അതല്ലേ സംഭവം? ലോട്ടസ് ഇതിലോട്ട് റീപോർട്ട് ചെയ്യാം. ഇനി ഇതിപ്പം മൊത്തം ചരിച്ചു കളയണം. ഓക്കെ, നമുക്ക് ഇത് ചരിച്ചു കളഞ്ഞിട്ട് ബാക്കിയാണ്. നമുക്ക് മൊത്തം കഴുകിയെടുക്കണം. ഇതിനകത്ത് മുമ്പ് നിറച്ച് മീനുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും മീനാണ്, ശരിക്കും പീസ് ഉണ്ടായിരുന്നു. അന്ന് ഇത് ഈ ടാങ്ക് ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അടുത്തത് ബാക്കിൽ കൊണ്ടുവന്നു പിന്നെ നമ്മൾ മീനാണെന്ന് നോക്കി, പിന്നെ അമ്മയെ നോക്കി. ഇത് മൊത്തം അങ്ങ് പായല് പിടിച്ചേട്ടാ ഇങ്ങനെ ആയത്. ഇത് മൊത്തം നമ്മൾ കഴുകിയെടുത്ത് ക്ലീൻ ചെയ്യണം. വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് നമ്മുടെ കഴിയും. നമുക്കിങ്ങനെ മൊത്തം ഒന്ന് തേച്ചിറങ്ങണം. ഇവിടെ മൊത്തം പായല. ഏകദേശം നമ്മളിത് കോളേജിൽ പഠിച്ച പിന്നെ ഇവിടുന്ന് ആരും ക്ലീൻ ചെയ്തിട്ടില്ല. മൊത്തം മീനെല്ലാം ചത്തു പോയായിരുന്നു. പിന്നെ ഇത് മറ്റേ നമ്മളവിടെ കോഴി തോന്നുമ്പോൾ കോഴിയെല്ലാം കൂടെ ഇതിൻ്റെ മണ്ടേക്കുന്നത് മീനെ പിടിച്ച് ചെയ്യാൻ അടിക്കണം. അപ്പം ഞാൻ കോഴി ഓട്ടിക്കുന്നത് എൻ്റെ ജോലി ഇവിടെ ആ സമയത്തൊക്കെ. ഇതിപ്പം മീനില്ല. ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ആമ്പലായിരുന്നു കേട്ടോ. അപ്പോൾ ആമ്പല് കുറേയൊക്കെ പൂത്തായിരുന്നു. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ സ്ക്രീനിൽ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇനി റിപ്പോർട്ട് ചെയ്യാൻ പോണത് നമ്മൾ ലോട്ടസാണ്. ലോട്ടസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് മാറ്റാമെന്ന് കരുതി. ഇവിടെയൊക്കെ നിറച്ച് പായല. ഇത് ജസ്റ്റ് ഒന്ന് കഴിവുന്നേ. ഇനി അടുത്ത നടയില്ല. എന്തായാലും വീണ്ടും വൃത്തിയേടാവും. അത് നമ്മളിത് ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നടുന്ന രീതിയാണ്. വേരല്ലേ സംഭവം? ഇതാണ് നമ്മളുടെ ലോട്ടസിൻ്റെ വേരാണ്. നമ്മളെ കയ്യിലുണ്ടായിരുന്ന ലോട്ടസ് എന്ന് പറയുന്നത് ഈ കമേലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇനത്തിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ട്യൂബറാണിത്. ഈ ട്യൂബറിനെ ഇനി നമ്മൾ ആ ഒരു പോട്ടിലേക്ക് നമ്മളിനി റിപ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് ഇതിൽ നമുക്കൊന്ന് മണ്ണൊന്ന് ജസ്റ്റ് നിറച്ചെടുക്കാം. അപ്പോൾ ഈ ലോട്ടസിന് ഏറ്റവും നല്ല മണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഈ വയലിലെ മണ്ണുണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും ചെളി മാതിരിയൊക്കെ വയലിലെ മണ്ണ്. ഇപ്പൊ നമുക്കത് എടുക്കാൻ സാഹചര്യം നമ്മളെ വീട്ടിലെ മണ്ണുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലേ. പിന്നെ ചെറിയ ചാണകം ഇതിനോട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചാണകം നമ്മളമ്മ മിക്സ് ചെയ്യുന്നില്ല, കാരണം മഴയും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഈ മണ്ണാണ് നടുന്നതല്ലേ? മണ്ണ് നിറയ്ക്കുന്നല്ലേ? മണ്ണ് അത് ഫുള്ളും വേണോ? ആ ഇരിക്കുന്ന കുട്ടയ്ക്കകത്തിരിക്കുന്ന മണ്ണ് ആവശ്യത്തിന് മതിയല്ലേ? നമുക്ക് ഇത് മണ്ണ് നിറച്ചിട്ട് ബാക്കി വീട് കാണാം. എന്നാലും സാധാരണ കുഴിച്ചിരിക്കുന്ന കുഴിച്ചിരിക്കുമോ? ജസ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ പറക്കി വെക്കണം. പറക്കി വെച്ചാൽ മതി, കുഴിച്ച് വെക്കണ്ടല്ലേ? കുഴിച്ചേനെ വെക്കണം. കുഴിച്ച് വെച്ചാൽ അത് ഇല്ല, വെച്ചില്ലാണ്ട് എനിക്കാകെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇത് മുമ്പത്തെ ചട്ടിയിലിരുന്നു അത് ഈ പഴയ വേരുണ്ട്, പുതിയ പഴയ വേരുണ്ട്, പുതിയ വേരുണ്ടല്ലേ? അങ്ങനെയല്ല, ഇത് വേരും തന്നെ പറയുന്നത്. ഇത് നമ്മളെ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഇരുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പിലാണ് ഈ വേര് എന്താണ് ഒരു സർക്കിൾ ഷേപ്പ് പോയിരുന്നത്. അപ്പൊ എന്താണ് ഇതിങ്ങനെ ഈ റൗണ്ട് ഷേപ്പിന് ഇരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതിയല്ലേ? ഇവിടെ അടുത്ത് കോഴി വന്നിരിക്കുന്നത്. ഇവിടെ അടുത്ത് ചെളി കിടപ്പണം. അതൊന്ന് അളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് സംസാരിച്ചിട്ട് ഇച്ചിരി അളിച്ചോട്ടോ. ഇത് മൊത്തം ഇങ്ങനെ പറക്കി വെച്ചാൽ മതിയല്ലേ? ഇങ്ങനെ പറക്കി ഇത് കുറച്ച് മേലിൽ അവസാനം ഇതിന്റെ മേൽ കൂടെ കുറച്ച് മടക്കും.
അടുത്തത് ഇങ്ങനെ എല്ലാം ഇതേ സ്റ്റെപ്പിനങ്ങ് വയ്ക്കണം അല്ലേ? അടുത്ത എല്ലാം ഇതേ സ്റ്റെപ്പിനങ്ങ് വർക്ക് വെച്ചാൽ മതി അല്ലേ? ഓ ഇങ്ങനെയാണ് നടുന്നത് അല്ലേ? എല്ലാം അടിയിലിട്ടതെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയല്ലേ? ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ വെള്ളം ഒഴിക്കണം. ഫുള്ള് എന്ന് വെച്ചാൽ നിറച്ച് വെള്ളം ഒഴിക്കണോ? അത്രയും വെള്ളം ഒഴിക്കണം അല്ലേ? നമുക്ക് ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒഴിക്കരുത്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കുഞ്ഞുനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടാൽ അത് നമ്മൾ മറ്റേ കുഴിച്ചിട്ടാക്കുന്നുണ്ടല്ലേ? ഓ ഇങ്ങനെ കറക്കിയാൽ ഒഴിക്കണം അല്ലേ? സൈഡിൽ കൂടെ കറക്കിയൊന്നും ഒഴിക്കാനൊന്നുമില്ല, സൈഡിൽ കൂടെ ഒഴിച്ചു. ഓ